ഹലോ ഗൈസ്, കുക്കർ കൊണ്ടുള്ള ഈ ഷോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതാണ് നമ്മുടെ കുക്കറി ഷോ. അപ്പം നമുക്കിന്നൊരു തട്ടിക്കൂട്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ. കുക്കർ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് കേട്ടോ. ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ എടുത്ത് ഗ്യാസ് ഓണാക്കി അതിലേക്ക് വെക്കാം. ഇനി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാമേ. തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. കാരണം ഈ ഇരിക്കുന്ന അണ്ടിപ്പരിപ്പൊക്കെ കഴിഞ്ഞ ഓണത്തിന് പായസം വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച് ഫ്രിഡ്ജിൽ ഇതിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇത് ബിരിയാണിയിലോട്ട് പോട്ടെ എന്ന്. ഫ്രൈ ചെയ്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇനി കുക്കറിൻ്റെ ഊഴമാണേ. കുക്കർ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് ബാക്കി വന്ന കുറച്ച് നെയ്യില്ലേ, അതും കുറച്ച് എണ്ണ കൂടി നമുക്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നെയ്യിൻ്റെ രുചി ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് ചെറുതായി അരിഞ്ഞ ഒരു 4 ഉള്ളി കൂടി ഇട്ട് കൊടുക്കാമേ. സ്പൈസസ് ഇടുമ്പോൾ ഒന്ന് മാറി നിന്നേക്ക് കേട്ടോ, അല്ലെങ്കിൽ മുഖത്ത് പല പല പാടുകളൊക്കെ രൂപപ്പെട്ടേക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാമേ. ഇനി ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടെ ചതച്ച് നമുക്കിനകത്ത് ഇട്ട് കൊടുത്ത് ഇളക്കാമേ. നല്ലപോലെ ഇളക്കി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3 തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാമേ. അതായത് നമ്മളൊരു മുട്ടക്കറി വെക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇടുന്നുണ്ടോ അതൊക്കെ കുറച്ച് അധികമായിട്ട് ഇതിലിട്ട് കൊടുക്കണം. ഇനി ഒന്നും നോക്കാനില്ല, 2 അല്ലി കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൊണ്ട് ഇളക്കിയത്. ഇളക്കുന്നതൊക്കെ ഇളക്കിക്കോ, പക്ഷേ കുക്കറിൻ്റെ വക്ക് കയറി കൈത്തിട്ടാ നോക്കിക്കോ, അല്ലെങ്കിൽ വളയിട്ടതുപോലെ ഒരു പാട് വരുമെന്നേ. ഇനി അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഈ കുക്കറിൻ്റെ വിസിൽ നമുക്ക് ആവശ്യമില്ല കേട്ടോ, അത് മാറ്റിയേക്കണേ. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഞാനിവിടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടുന്നത് മറന്നു പോയിടോ വീഡിയോ പിടിക്കാൻ. ഈ പാചകവും വീഡിയോ പിടുത്തവും എല്ലാം കൂടെ ഒരുമിച്ച് ഭയങ്കര പാടാന്നേ. അടി പിടിക്കാതെ നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇനിയും ഒരു 3 മിനിറ്റ് ഇത് അടച്ച് വേവിക്കാമേ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തീ കൂട്ടി വെക്കാം കേട്ടോ, അതായത് ഒരുപാട് കൂട്ടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ഇത് മുട്ട ബിരിയാണിയാണല്ലോ, അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നേരത്തെ സെറ്റാക്കിയായിരുന്നേ. പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അത് പൊട്ടിക്കാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം മുട്ട പൊളിക്കാൻ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെ പറ്റും. നമ്മളിവിടെ ഒരു 7 മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാമേ. നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് 1 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് 2 കപ്പ് വെള്ളം വെക്കണം. ഇനി പാകത്തിന് ഉപ്പ് കൂടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് അത് അവിടെ നിന്ന് വേവട്ടെ, ശല്യം ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ. ഇനി എന്നെപ്പോലെ സമാധാനം ഇല്ലാത്തവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ 1-2 വട്ടം തുറന്ന് നോക്കാം കേട്ടോ. അതെന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തുറന്ന് നോക്കില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലെന്നേ. എന്നെപ്പോലെയൊക്കെ തന്നെയാണോ നിങ്ങളൊക്കെ? കറക്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, ചോറ് ഇതുപോലെ വെന്ത് വരും. തുറന്നപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വന്നേട്ടാ. അവസാനമായിട്ട് കുറച്ച് അലങ്കോലപ്പണികൾ കൂടി ഉണ്ട് കേട്ടോ. ക്യാരറ്റ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, മല്ലിയില, പുതിനയില, ടൂട്ടി ഫ്രൂട്ടി, പറഞ്ഞ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ആകെ കുറച്ച് കരിഞ്ഞ ഉള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അണ്ടിപ്പരിപ്പിൻ്റെ കഥ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഈ ആദ്യം ഇട്ട ഇലയില്ലേ, അത് നമ്മുടെ നാട്ടിൽ മല്ലിയിലയാണ് കേട്ടോ. അതായത് ഇവിടേക്ക് അതിന് മല്ലിയില എന്ന് തന്നെ പറയുന്നത്, നമ്മൾ വാങ്ങിക്കുന്ന മല്ലിയിലല്ല. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.